തുടർച്ചയായി 5-ാം വർഷം ക്രിസ്മസിന് എറണാകുളം അങ്കമാലി അതിരൂപത കത്തീഡ്രൽ ബസിലിക്ക തുറന്നേക്കില്ല. ബസിലിക്കയ്ക്ക് പുറത്ത് പന്തൽ കെട്ടി കുർബാന നടത്താനുള്ള മാർ തട്ടിലിന്റെയും മാർ പാമ്പളാനിയുടെയും ശ്രമം തടയുമെന്ന് കൽദായ വിഭാഗം. അതേസമയം ഇപ്പോഴത്തെ പ്രശ്നത്തിൽ സംഘർഷത്തിന് തങ്ങളില്ലെന്നാണ് അൽമായ മുന്നേറ്റത്തിന്റെ നിലപാട്. അനിൽ ജോർജ് നൽകും വിവരങ്ങൾ. അനിൽ, പറയാം വിശദാംശങ്ങൾ. അരുണ്യ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ദിനങ്ങളും ആശംസകളും സന്ദേശങ്ങളും ഒക്കെയാണ് ക്രിസ്മസ് നൽകുന്നതെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത കത്തീഡ്രൽ ബസിലിക്കയിൽ അത് സംഘർഷത്തിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനവും ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന ദേവാലയവുമായ കത്തീഡ്രൽ ബസിലിക്ക തുടർച്ചയായി 5-ാം വർഷവും ക്രിസ്മസ് കുർബാന നടക്കില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൽദായവാദികൾ ഏതാണ്ട് പള്ളി പിടിച്ചു കഴിഞ്ഞ അവസ്ഥയാണ്. ഇതിന് ബദലായി കത്തീഡ്രൽ ബസിലിക്കയുടെ പുറത്ത് പന്തൽ കെട്ടി കുർബാന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മാർ റാഫേൽ തട്ടിലും ഒപ്പം തന്നെ മാർ ജോസഫ് പാമ്പളാനിയും ഉള്ളത്. എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്ന് കൽദായ വിഭാഗം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ കനത്ത പോലീസ് കാവലിലാണ് ഇപ്പോൾ കത്തീഡ്രൽ ബസിലിക്കയുള്ളത്. ഇത് തന്നെയുമല്ല, 27-ാം തീയതി 13 ഡീക്കന്മാരുടെ പുത്തൻ കുർബാന നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തയ്യാറാക്കിയ പന്തൽ കൂടിയാണത്. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം ഏകീകൃത കുർബാന മാത്രമേ നടപ്പാക്കൂ എന്ന നിർബന്ധമാണ് ഇപ്പോൾ കൽദായവാദികൾ പുലർത്തുകയും ചെയ്യുന്നത്. ഇതിനൊപ്പം വത്തിക്കാൻ്റെ ഒരു കർശന നിർദ്ദേശം കൂടിയുണ്ട്. 24-ന് പാതിരാ കുർബാന, അതായത് തിരുപ്പിറവിയുടെ കർമ്മങ്ങളിൽ ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാൻ അനുവദിക്കൂ എന്ന നിർദ്ദേശം വത്തിക്കാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഈ പുതിയ ഡീക്കന്മാരെ വൈദികരാക്കുന്ന ചടങ്ങിലും അർപ്പിക്കുന്ന കുർബാന ഏകീകൃത കുർബാനയായിരിക്കണം എന്ന നിലപാട് അവർ വത്തിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഇത് അൽമായ മുന്നേറ്റവും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ നവവൈദികർ ആദ്യമായി അർപ്പിക്കുന്ന കുർബാന ജനാഭിമുഖ കുർബാനയായിരിക്കും എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അരുണ്യ, ശരി, അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.